അതെ ഹോട്ടലിലേക്ക് കൊടുത്തേ നിങ്ങള് ആ നേരത്തെ കൊണ്ടുപോയാ വണ്ടിയെ കോഴിയാ വണ്ടി അത് പിടിച്ചിട്ട് വേണോ? പിടിക്കാണ്ട് ഇപ്പൊ അപ്പാട് തരുവാൻ പറ്റുമോ? ആണോ? ഈ ഇറച്ചിയായിട്ടുള്ളത് ഉണ്ടാവും. ഇറച്ചിയായിട്ടില്ല, 2 മിനിറ്റ് പണിയുള്ളൂ. ഒന്ന് കത്തി വെക്കോളൂ. കോഴി തന്നെ ആണല്ലേ? പോർക്കുണ്ട്, ബീഫുണ്ട്, മട്ടയുണ്ട്. കോഴിയാ വണ്ടി അല്ലേ? ആ കോഴിയാണ് വേണ്ട, പക്ഷെ കൊല്ലണ്ട. കൊല്ലാണ്ട് തരൂനാ? പോറ്റൂനാ? പോറ്റൊന്നും പറ്റില്ല, ഇത് ഇറച്ചി കോഴിയാ. ഇനി കൊല്ലാണ്ടാണ് ഞങ്ങൾക്ക് ലവ് മേടിച്ചോണാ പോറ്റുവേ. എന്തിനാ മാണ്ടിച്ചാ പറ നിങ്ങള് നേരം പോക്കാണ്ട്. ബസാട്ടാ നിങ്ങളെ കസേര എടുത്തിട്ട് മൂപ്പർ ആലോചിക്കട്ടെ. അവിടെ കുത്തിരുന്ന് ആലോചിക്കും. എന്താ അവിടെ? ഇറച്ചി മേടിക്കണം. വാങ്ങിയാ? ഇല്ല, മേടിക്കണം. ഞാനൊരു കോഴി നോക്കാം. എത്ര വേണോ? അതെ, ഈ മെലിഞ്ഞതുണ്ടോ? എന്നെ അല്ലാണ്ട് ഉദ്ദേശിച്ച് ഇല്ലല്ലടാ, ഈ തടിച്ച കോഴി അല്ലാണ്ട മെലിഞ്ഞ കോഴി ഉണ്ടോ? കുറച്ച് മെലിഞ്ഞത്. അതൊന്നും ഇല്ല മാഷ്, നമ്മളെ ഫാമിൽ വളർത്തുന്ന കോഴിയല്ലേ, ഇറച്ചി കോഴിയല്ലേ. എന്നാ പിന്നെ എടുത്തോരാ. എത്രയാ വേണ്ടിയേ? ഒരു 1.5 കിലോ വേണം. 1.5 ഇറച്ചി വേണം? 1.5 ഇറച്ചി വേണം. വേണ്ടെണ്ണം 2 കോഴി എടുത്തോ, അതാണല്ലേ? അല്ല നിങ്ങളെ ആലോചിച്ച എന്നാ സ്ഥിതി? മാഷ് പറഞ്ഞ തന്നെ മതി, 1.5 ഇറച്ചി വേണം. കോഴി വേണ്ട? കോഴിയുടെ ഇറച്ചി 1.5 വേണം. വാങ്ങിയില്ലേ? ഇല്ല, ഞാൻ വരാറില്ല, അച്ഛനാ വരവേ. വിട് കരയണ വിടേനാ കൊല്ലണ്ടേ? നിങ്ങളെ കളി പോലെ തന്നെ. അയ്യോ എത്രണ്ട്? 1,820. 1,800. ഓ 20. എന്താ കറുപ്പീസാട്ടാ. ഒന്നും എടുത്തോ അതേപോലെ. എന്താ പേടിയാ? എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല മാഷെ. അപ്പൊ തിന്നില്ലേ? കഴിക്കോ? അത് കഴിക്കണേന് കുഴപ്പമില്ല. ഞാനിങ്ങനെ പറഞ്ഞല്ല, അച്ഛനാ വന്ന് വാങ്ങണതേ. ഉണ്ടല്ലേ എത്ര പേർക്കാ? 300. ആ മാഷേ. അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ? ഇല്ല, അച്ഛന് ചെറിയ ചുമ 2 ദിവസമായിട്ട്. അപ്പൊ അച്ഛൻ വരാത്തോണ്ട് അത് കാണുന്നുണ്ട് എനിക്ക്. ഞാനിവിടുന്ന വഴിക്ക്. ഇല്ല, ഞാൻ അതിലല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് കയറിയിട്ട് പോകുള്ളൂ. അതെ, എന്നായിക്കോട്ടെ.
ഏയ് എന്ത് ഉറങ്ങണ? പിന്നെ ഉറങ്ങണ്ടേ? ചേട്ടൻ എന്താ ഉറങ്ങത്ത്? അതെ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കണ്ണടക്കുമ്പോ ആകെ ഒരു അസ്വസ്ഥത. എന്ത്? ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ടേ. എന്തുട്ട് കാര്യം? ഞാൻ ഈ കോഴിക്കടയിലെ കോഴികളുടെ ജീവിതം ഒന്ന് ആലോചിക്കായിരുന്നു. എന്തൊരു കഷ്ടമാണല്ലേ അതുങ്ങളുടെ കാര്യം. ഒരു വെറുതെ തീറ്റ തിന്നുകൊണ്ട് നിൽക്കണോടത്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങോട്ട് വെട്ടി അറുത്ത് വെട്ടി കണ്ടിച്ചിടേന്ന്. ഒന്ന് ഓടിക്കളയാൻ പോലും അതിന് പറ്റൂല അല്ലേ? എന്നിട്ട് ഇന്ന് കോഴിക്കറി മാക്കാൻ തിന്നണ്ടായിരുന്നില്ല. അല്ല, കഴിക്കുമ്പോ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ അറുക്കണേം പിടിക്കണേന്ന് എനിക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റണില്ല. ഭയങ്കര ഒരു കുറ്റബോധം തോന്നണം. ഞാനായിട്ട് അതിനെ പോയി കണ്ടിച്ച് എല്ലാരും കൂടി തിന്നപ്പോ. ഇപ്പൊ എന്തിനാ പാതിരാത്രി ഇതൊക്കെ ഇരുന്ന് ആലോചിക്കണേ? വേറൊരു സംഭവം ഉണ്ടാ, ഞാനത് നിന്നോട് പറയാൻ വിട്ടുപോയി വന്നപ്പോ. എന്തുട്ടാ? ഞാൻ ഈ കോഴി മേടിച്ചോണ്ട് ഇറങ്ങുമ്പോ എന്നെ പഠിപ്പിച്ച മാഷ് സത്യമാഷിനെ കണ്ട്. അപ്പൊ പുള്ളി ഒരു ലിഫ്റ്റ് ചോദിച്ചു, എന്റെ വണ്ടിയിൽ ഒന്ന് വരട്ടേന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ വഴിയല്ല പോണേന്ന് പറഞ്ഞ് പുള്ളിനെ കയറ്റാതെ പോയി. അപ്പം ഇനി അത് മാഷിന് എന്തെങ്കിലും മനസ്സിൽ എന്നോട് തോന്നിയിട്ടുണ്ടാവുമോ, അത് കൊടുത്തിട്ട് ഒരു സോറി വിളിച്ച് പറഞ്ഞാലാന്ന് ഓർത്തിട്ട്. എന്തെങ്കിലും ചെയ്യും പറയാല്ലേ? ഒരു ഗുരുത്വദോഷം മേടിച്ചു വെക്കണ്ട. അതെ അതെ അതെ. ആ സത്യമാഷേ. അതെ, പ്യാരിയാണ്. ആരാണ്? പ്യാരിയാണ്. സുഗുദേട്ടന്റെ മോനില്ലേ? എന്തേ? അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വിളിച്ചത്. രാവിലെ കോഴിക്കടയിൽ വെച്ച് മാഷ് കണ്ടില്ലേ? അപ്പൊ മാഷന്റെ കൂടെ വണ്ടിക്ക് വരണമെന്നും പറഞ്ഞ് ഇങ്ങനെ ലിഫ്റ്റ് ചോദിച്ചപ്പോ ഞാൻ വേറെ വഴിക്കാണെന്നും പറഞ്ഞ് പോയില്ലേ? എന്താന്നിട്ട്? അപ്പൊ മാഷിന് എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാന്ന് എനിക്കൊരു കുറ്റബോധം. മാഷിന് എന്തെങ്കിലും തോന്നി? ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ലേ? അതെ, അതൊക്കെ വിട്ടല്ലോ. അവിടുന്ന് പോ. എന്താന്നിപ്പോ? മാഷ് എന്നോടൊരു ആവശ്യം പറഞ്ഞിട്ട് ഞാനത് അനുസരിക്കാതെ അപ്പൊ എനിക്ക് കിടന്നിട്ടൊരു ഇത് കിട്ടണില്ല. ഞാൻ മാഷിനൊന്ന് വീട്ടിലാക്കിയിട്ട് പോരേണ്ടതായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്. എന്നാ ശരി, നേരം കുറെ ആയല്ലോ. ശരി. എന്തോ ഉണ്ടടി പുള്ളിക്ക്. അപ്പടിയും കേൾക്കണതിന് മുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. തോന്നിയിട്ടുണ്ട്. നീ കിടന്നു. ഹലോ. അതെന്താ മാഷെ കട്ട് ചെയ്ത് കളഞ്ഞ? എന്തേലും എന്നോട് തോന്നിയാ? ഉള്ളിൽ എന്തേലും തോന്നിയാ മാഷിന്? ഇല്ല, ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അത് വേറെ ഒന്നും വിചാരിക്കരുത്, മനസ്സിൽ വെക്കരുത് മാഷെ. കാരണം ഞാൻ അത്രയും ബഹുമാനിക്കണ ഒരു മാഷാണല്ലോ. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഒന്നുകൊണ്ട് എനിക്ക് ഒരു സുഖം കിട്ടാനില്ല. പിന്നെ വേറെ ഒരു കുറ്റബോധം ഉണ്ട് മാഷെ. എനിക്ക് മാഷിനോടൊന്ന് തുറന്ന് പറയാന്ന് ഓർത്താണ്. കണക്ക് തെറ്റിച്ചതിന് ചെലപ്പോ തല്ലിയിട്ടുണ്ടാവും. എന്നിട്ട് എന്തേ? അപ്പൊ അന്ന് തന്നെ മാഷനോട് ചായ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടില്ല, അപ്പുറത്തെ ചായക്കടയെന്ന്. അതൊക്കെ പണ്ടത്തെ കഥകളല്ലേ. ചായ മേടിച്ചോണ്ട് വന്ന വഴിയായി എനിക്ക് തല്ലിയ സങ്കടത്തിൽ ഞാൻ അതിലൊന്ന് തുപ്പിയിട്ടിട്ട് വിരൽ വെച്ചിട്ട് ഇളക്കിയിട്ടാണ് മാഷിനോടൊന്ന് തന്നത്. അപ്പൊ അതിപ്പോ മനസ്സിൽ ഓർത്തിട്ടേ കിടക്കാൻ വരില്ല മാഷ. അതുകൊണ്ടാണ്. ഒന്ന് മനസ്സിൽ വെക്കരുത്. ഭയങ്കര കുറ്റബോധം കൊണ്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. മാഷിനോട് ഇപ്പൊ വണ്ടിയിലും കയറ്റിയില്ല, ഇതും കൂടിയൊക്കെ ആയപ്പോ. അതും കൂടി എന്നോടൊന്ന് ക്ഷമിക്കണം. ക്ഷമിക്കൂലേ മാഷോ? മുണ്ടാതിരിക്കണ എന്താണ്? എന്താ ഈ ചെക്കനെ പറ്റിയത്? തലയ്ക്ക് വെളിവില്ലാണ്ടായി പോയാ. ചെന്നാലും ആ കോഴിയുടെ കരച്ചിൽ ഇങ്ങനെ ചെവിയില് നിൽക്കണാണ്. എങ്ങനെ കിടന്ന് ഉറങ്ങണേ? ഇവളൊക്കെ അത് വലിച്ചു കയറ്റിയിട്ട്
മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.